ഇന്നത്തെ വീഡിയോ നമ്മൾ ബീഫാണ്. ഇത് ബീഫ് കറി വെക്കാനും. ഇത് ബീഫ്, അത് സബോള, പച്ചമുളക്, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പിന്നെ മല്ലിപ്പൊടി, എണ്ണ, വെളിച്ചെണ്ണ, ഗരം മസാല, മുളക് പൊടി 1 സ്പൂണാണ് മുളക് പൊടി, കുരുമുളക് പൊടി 2 സ്പൂൺ, മഞ്ഞൾപ്പൊടി. ഇത്രയാണ് ഇതിന് വേണ്ടത്. പിന്നെ ഉപ്പും. നമ്മൾ ഇന്നത്തെ ബീഫാണ് വെക്കാൻ പോകുന്നത്. ബീഫ് വേവിക്കാൻ പോവാണ്. ആദ്യം നമ്മൾ ബീഫ് വേവിക്കാം പ്രഷർ കുക്കറിലിട്ട്. ഇത് കഴുകി വെള്ളം വാങ്ങിയതാണ്. നമ്മൾ കഴുകുമ്പോൾ ഉണ്ടല്ലോ ഇച്ചിരി പിന്നെ മൈദ ഇട്ട് കഴുകുകയാണെങ്കിൽ ഇതിന് വളുവളുപ്പ് കാണുകയല്ല, അത് നമുക്ക് പോകും, നല്ല ക്ലീനായിട്ട് കിട്ടും. മുളക് പൊടിയും മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കുക. ഉപ്പും ഇട്ട് നമ്മൾ ആദ്യം വേവിച്ച് എടുക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ സബോളയൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ വേവിക്കുകയാണ്. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ വേവിക്കുകയാണ്. അതിൽ വെള്ളം കിട്ടും, കുറച്ച് വെള്ളം മതി, അല്ലെ വെള്ളം കൂടിപ്പോകും. നമ്മൾ വേവിക്കാൻ വെക്കുകയാണ്. നമ്മൾ ഇനി സബോള വാട്ടാൻ പോണേ. സബോളയും ചെറിയുള്ളിയൊക്കെ വാട്ടിയെടുക്കാം. ഇപ്പോൾ പ്രഷർ കുക്കറിൽ ബീഫ് വെന്ത് കിട്ടും. അപ്പോഴത്തേന് നമുക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് സബോള ചേർക്കാം. നമുക്ക് സബോള വാട്ടിയെടുക്കാം. സബോള വാട്ടി നമുക്ക് പിന്നെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് നമുക്കൊന്ന് വാട്ടാം. അപ്പോൾ ബീഫ് വേവും. ഇനി നമ്മൾ ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇടുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നമുക്കൊന്ന് വാട്ടാം. ഇതിൻ്റെ കൂടെ ചെറിയ ഉള്ളി ഇടാം, പച്ചമുളക് ഇടാം. മുളക് പൊടി ഇട്ടത് കാശ്മീർ മുളക് പൊടിയാണ്. അപ്പം നമുക്ക് എരിവത്രം കിട്ടുകയല്ലോ, അതുകൊണ്ടാണ് 2-3 പച്ചമുളക് കൂടി ഇട്ടത്. പിന്നെ തക്കാളി ഇടുക. ഞാനിനി കുരുമുളക് പൊടി ചേർക്കുകയാണ്. കുരുമുളക് പൊടി 2 സ്പൂണുണ്ട്, ഗരം മസാല 1 സ്പൂൺ, മല്ലിപ്പൊടി 1.5 സ്പൂണ്. എല്ലാം കൂടെ ഇട്ട് പച്ചച്ചോവ് പോകുന്നിടം വരെ ഒന്ന് വാട്ടാം. നമുക്ക് ബീഫ് തുറന്ന് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കാം. ഇപ്പോൾ പച്ചച്ചോവ് മാറുന്നിടം തുറന്ന് ബീഫ് തുറന്നു. ഇതാണ് വെള്ളം നമ്മൾ കുറച്ച് ഒഴിച്ചോളൂ കേട്ടോ. ബീഫിൻ്റെ വെള്ളവും ഇറങ്ങി. ഇനി നമ്മൾ ഇതിലോട്ട് ഒഴിക്കുകയാണ്. ഇതിലോട്ടൊഴിക്കാം. അപ്പം പറ്റണം. ഞാൻ പല പ്രാവശ്യം പല ടൈപ്പായിട്ട് ബീഫ് ഉണ്ടാക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്ന ബീഫിന് ടേസ്റ്റ് കൂടുതൽ. അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നത് അവർക്കിഷ്ടം. അന്നേരം ഞാൻ ഓർത്ത് എന്നാൽ ഇനി നിങ്ങളെയും കൂടെ കാണിച്ചേക്കാം. ഇതൊന്ന് വെള്ളം പറ്റി നമുക്ക് വരട്ടിയെടുക്കാം. ഇതാണ് ബീഫ്. ഒന്ന് വരട്ടിയെടുക്കാവേ. നമുക്ക് 2-3 കരിയേപ്പും കൂടി ഇടാം. വാട്ടി തിളച്ചിട്ട് ഇനി അത് നമുക്ക് ഒന്ന് വരട്ടിയെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ട്, നമുക്ക് ഉപ്പ് കൊടുക്കാം. ഉപ്പ് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ബീഫ് റെഡി ആയിട്ടുണ്ട്. നമ്മളിനി ഇളക്കി. ബീഫ് റെഡിയായി. ബീഫ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റോട് കൂടിയുള്ള ബീഫാണ്. നിങ്ങൾ വെച്ച് നോക്കണേ. ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അഭിപ്രായം പറയണം കേട്ടോ.